നോമ്പ് സ്പെഷ്യലായിട്ട് നമുക്ക് ഇന്നൊരു ചേന ക്രിസ്പി പോപ്കോൺ ബൈറ്റ്സ് കണ്ടാലോ? അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചേന നല്ല കഴുകി വൃത്തിയാക്കി നല്ല ക്യൂബ്സ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ഈ ചേനയൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചേന വെന്ത് വരും. പിന്നെ ചിലരുടെ ചേനയുടെ വേവ് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ആ ചേന വെന്ത് വരുന്ന സമയത്തേക്ക് അതിലേക്ക് കോട്ട് ചെയ്യാനുള്ള നമുക്ക് പൊടികളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം. ആദ്യം 2 വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതേ അളവിൽ നമ്മൾ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയല്ല വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കണം. ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ നല്ല കട്ടിയും വേണം. ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് ആക്കിയെടുക്കാനായിട്ട്. ഇനി നമ്മുടെ ചേന വെന്തോന്ന് നോക്കാം. അപ്പോൾ ചേന എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു ചേന ഇങ്ങനെ എടുത്ത് നമ്മളൊരു സ്പൂൺ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടും പ്രയാസം കൂടാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ കറക്റ്റ് പരുവം. ഇനി വെന്ത ചേനകളെല്ലാം അതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂണ് കൊണ്ട് നമ്മുടെ ചേനയിലേക്ക് ഈ ബാറ്ററി എല്ലാം ഒന്ന് പിടിപ്പിച്ചെടുക്കണം. ഇനി ചെയ്യേണ്ടത് നമ്മൾ എണ്ണ ചൂടാകാൻ വെക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ചൂടാകാൻ വെക്കാം കേട്ടോ. ഇങ്ങനെ പ്രത്യേകിച്ച് എണ്ണയൊന്നുമില്ല, കയ്യിലുള്ള ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം ചൂടുള്ള എണ്ണയിലേക്ക് ഇത് ഓരോന്നും നമുക്ക് പറക്കിയിട്ട് കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. കാരണം ചേനയൊക്കെ ഓൾറെഡി വെന്തിരിക്കുകയാണ്, പുറമേയുള്ള മസാല മാത്രം വെന്താൽ മതി. അപ്പം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്പി ചേന ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്പി ചേന പോപ്കോൺ ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പം പോപ്കോൺ പോലെയല്ല, പക്ഷേ സംഭവം നല്ല ക്രിസ്പിയാണ് കേട്ടോ. ചേനയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യണം, നല്ല ചേന പുഴുങ്ങി കഴിക്കുന്നതിന് ഹെൽത്തി ആയിട്ടുള്ളത് അൺഹെൽത്തി ആക്കിയെന്ന്. ചുമ്മാ ഒരു വെറൈറ്റിക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. എല്ലാവർക്കും വെറൈറ്റി ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മുടെ ചേന ഇവിടെ നമ്മുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചേന ക്രിസ്പി പോപ്കോൺ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കൂടെ മാറ്റാം. ഇത് കഴിഞ്ഞില്ല കേട്ടോ പ്രോസസ്സ്. നമ്മൾ ഇതേ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരണം. ഈ കറിവേപ്പില ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറിവേപ്പില അതിലേക്ക് ഇടുക. പെട്ടെന്ന് വന്ന് വറന്ന് വരും. ഇനി ഇത് നല്ലതുപോലെ വറന്ന് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റണം. കരിച്ച് കളയല്ലേ കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇല നല്ലതുപോലെ വറന്ന് വന്നിട്ടുണ്ട്, അത് നമുക്ക് കോരി മാറ്റാം. പിന്നീട് നമ്മൾ ബൗളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ബൈറ്റ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചാറ്റ് മസാലയാണ്. 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ആഡ് ചെയ്ത് കൊടുത്ത് ഇതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചാറ്റ് മസാലയ്ക്കകത്ത് പുളിയും ഉപ്പും ചെറിയ എരിവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചാറ്റ് മസാല ഒഴിവാക്കി ടൊമാറ്റോ സോസിനൂടെ മുക്കി കഴിക്കാനും ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.